ശിവഗിരി HS റേഡിയോ സാസദസനിധ പനിധ മഗ മഗരിസ സാസദസനിധ പനിധ മഗ മഗരിസ ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, അനഖാറാം, അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. നമ്മുടെ ഹൃദയങ്ങളെ കാത്ത ഡോക്ടർ MS വല്യത്താന് നന്ദി. നീട്ടി വിടില്ല, വിഴിഞ്ഞം ചിറകിൽ കേരളം പറക്കും. ഓർമ്മകളിൽ നിറഞ്ഞ് ഉമ്മൻചാണ്ടി. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. നിരത്തിലോ ജലാശയത്തിലോ മാലിന്യമിട്ടാൽ കടുത്ത നടപടി. വീണ്ടും വരുന്നു പ്ലാസ്റ്റിക് റെയ്ഡ്. മലയാളികൾക്ക് വൻ തിരിച്ചടി. രാമസേതു ഉപഗ്രഹ ഭൂപടം തീർത്ത് ISRO. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. നമ്മുടെ ഹൃദയങ്ങളെ കാത്ത ഡോക്ടർ MS വല്യത്താന് നന്ദി. അന്ത്യം ബുധൻ രാത്രി മണിപ്പാലിൽ. പൊതുദർശനമില്ലാതെ സംസ്കാരം. ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനും തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ MS വല്യത്താൻ 90 വിടവാങ്ങി. ഉടുപ്പി മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ആദ്യ വൈസ് ചാൻസലറാണ്. ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ ഹൃദയവാൽ, ബ്ലഡ് ബാങ്ക്, ഓക്സിജനേറ്റർ എന്നിവ നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ കീഴിലാണ്. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ബുധനാഴ്ച രാത്രി 9:14 അന്ത്യം. സംസ്കാരം ഇന്നലെ രാവിലെ 9:30 ഉടുപ്പി ബീഡിന ഗുഡ് ഡൈ ശ്മശാനത്തിൽ നടത്തി. മണിപ്പാൽ ദശരഥ് നഗറിലെ അന്തിമ കുടീരം വീട്ടിലായിരുന്നു താമസം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന അദ്ദേഹത്തെ ഞായറാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പൊതുദർശനം പാടില്ലെന്ന് ഡോക്ടർ വല്യത്താൻ നിർദ്ദേശിച്ചിരുന്നതിനാൽ അടുത്ത ബന്ധുക്കൾ മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തുള്ളൂ. മാവേലിക്കര രാജകുടുംബത്തിലെ മാർത്താണ്ഡവർമ്മയുടെയും ജാനകിയമ്മയുടെയും മകനായി 1934 മെയ് 24 ജനിച്ച മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ അഥവാ MS വല്യത്താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചുകാരനായി 1ാം ക്ലാസ്സോടെ മെഡിക്കൽ ബിരുദം നേടി. നീട്ടി വിടില്ല, കടുപ്പിച്ച് സുപ്രീം കോടതി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം. നീറ്റ് UG പരീക്ഷയിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലങ്ങൾ നഗരം തിരിച്ചും കേന്ദ്രം തിരിച്ചും പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. വിദ്യാർത്ഥികളുടെ പേര് മറച്ചുകൊണ്ടായിരിക്കും ഫലം പ്രസിദ്ധീകരിക്കുക. 20-ാം തീയതി 5 മണിക്കുള്ളിൽ മാർക്ക് പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. 2023 നിന്നും 2024 എത്തുമ്പോൾ വിവിധ നഗരങ്ങളിൽ നിന്ന് ആദ്യ 100 പേരുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. നീറ്റ് കേസ് തിങ്കളാഴ്ച 10:30 വീണ്ടും വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ മാസം ജൂലൈ 24 മുതൽ ആണ് കൗൺസിലിംഗ് നടത്താൻ തീരുമാനമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. വിഴിഞ്ഞം ചിറകിൽ കേരളം പറക്കും. കടൽ മാർഗമുള്ള ചരക്കുനീക്കത്തിന്റെ ഇന്ത്യൻ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറും. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം മേഖലകളിൽ നാടിന്റെ മുഖച്ഛായ മാറും. കപ്പൽ, കണ്ടെയ്നർ, ലോജിസ്റ്റിക് കമ്പനികൾ എത്തും. തുറമുഖ പരിസരം മുതൽ കന്യാകുമാരി വരെ യാർഡുകൾക്കായി കമ്പനികൾ സ്ഥലമെടുത്തു തുടങ്ങി. ആദ്യ വർഷം 15 ലക്ഷവും 2028 തുറമുഖം പൂർത്തിയാവുമ്പോൾ 30 ലക്ഷവും കണ്ടെയ്നർ ബിസിനസ്സാണ് ലക്ഷ്യം. 1/2 ലക്ഷത്തിലേറെ പേർക്ക് പ്രത്യക്ഷ പരോക്ഷ തൊഴിലുണ്ടാവും. ഓർമ്മകളിൽ നിറഞ്ഞ് ഉമ്മൻചാണ്ടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണ പുതുക്കി ജില്ല. കേരളം ഒന്നടക്കം സ്നേഹിച്ച നേതാവിന്റെ 1ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. അനുസ്മരണ സമ്മേളനവും ഭക്ഷണ വിതരണവും സ്മൃതിയാത്രയും പുഷ്പാർച്ചനയുമായി നാടെങ്ങും വീണ്ടും ഉമ്മൻചാണ്ടി നിറഞ്ഞു നിന്നു. മനുഷ്യത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രത്യാശ ശാസ്ത്രമെന്നും അദ്ദേഹത്തിന്റെ മാതൃക കേരളത്തിൽ എന്നും നിലനിൽക്കുമെന്നും KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. ഉമ്മൻചാണ്ടി സ്മൃതിയാത്രയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത അസാധാരണമായ വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടിയുടേത്. സാധാരണക്കാരോട് കാണിക്കേണ്ട കരുതലിലും സ്നേഹത്തിലും മനുഷ്യരോട് ഇടപഴകുന്നതിലും അദ്ദേഹം മാതൃകയാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അദ്ദേഹം ശക്തമായി ഇടപെട്ടു. വിമർശനക്കാരോടും എതിരാളിയോടും രാഷ്ട്രീയത്തിലോടും അദ്ദേഹം എന്നും നന്നായി മാത്രം പെരുമാറി.
അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അമീറുൽ ഇസ്ലാം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് വിലയിരുത്തി വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്താണ് പ്രതി ഹർജി നൽകിയത്. പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയത് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് അഡ്വക്കേറ്റ് ശ്രീറാം പറക്കാട് വഴി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. മനഃശാസ്ത്ര പരിശോധനയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. നിരത്തിലോ ജലാശയത്തിലോ മാലിന്യമിട്ടാൽ കടുത്ത നടപടി. പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉത്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. ആമഴിയഞ്ചാർ തോട്ടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗിക്കും. വീണ്ടും വരുന്നു പ്ലാസ്റ്റിക് റെയ്ഡ്. പലവട്ടം നടപ്പാക്കിയിട്ടും പാളിപ്പോയ പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടുന്ന സ്ക്വാഡ് ഇന്നു മുതൽ പരിശോധന തുടങ്ങും. സമാന സ്ക്വാഡുകൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും രൂപീകരിക്കും. തലസ്ഥാനത്ത് പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടി ആയതിനാൽ തോട്ടത്തിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവമാണ് നിരോധനം കർശനമായി നടപ്പാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. 2020 ജനുവരിയിൽ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും നിരോധിത പ്ലാസ്റ്റിക് ഇപ്പോഴും സുലഭമാണ്. കേരളത്തിൽ ഉൽപാദനമില്ലെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇവ ഒഴുകുകയാണ്. പരിശോധനയുള്ളപ്പോൾ പൂഴ്ത്തിവെക്കുകയും അല്ലാത്തപ്പോൾ വിൽക്കുകയും ചെയ്യുന്നതാണ് രീതി. മലയാളികൾക്ക് വൻ തിരിച്ചടി. മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലിക്കായി ആശ്രയിക്കുന്ന നഗരമാണ് ബംഗളൂരു. ബിൽ നടപ്പിലായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മലയാളികളെയായിരുന്നു. വ്യവസായ IT മേഖലകളിലടക്കം 10,000-കണക്കിന് മലയാളി യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട്. വലിയ എതിർപ്പുകൾക്കിടെയാണ് പുതിയ ബില്ലിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇനി ബില്ലിന് നിയമസഭ കൂടി അംഗീകാരം നൽകിയാൽ നിയമമാകും. അങ്ങനെയെങ്കിൽ കർണാടകയ്ക്ക് പുറത്തുനിന്നും സ്വകാര്യ മേഖലയിലേക്ക് തൊഴിൽ അന്വേഷിച്ചെത്തുന്ന യുവാക്കൾ തൊഴിൽ മേഖലയിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. രാമസേതു ഉപഗ്രഹ ഭൂപടം തീർത്ത് ISRO. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള രാമസേതുവിന്റെ ഭൂപടം തീർത്ത് ISRO. നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണിത്. ഇത്ര വ്യക്തതയുള്ള ഭൂപടം ആദ്യമായാണ്. രാമസേതുവിനെ കുറിച്ച് കൂടുതൽ പഠനത്തിന് ഇത് സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് രാമസേതു എന്നാണ് ഹിന്ദുമത വിശ്വാസം. പാലം മിത്താണെന്നും കടലിൽ സ്വാഭാവികമായി രൂപം കൊണ്ടതാണെന്നും തർക്കമുണ്ട്. രാമസേതു സ്ഥിതി ചെയ്യുന്നിടത്ത് ആഴം വളരെ കുറവായതിനാൽ കപ്പൽ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സാധ്യമായിരുന്നില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. നമ്മുടെ ഹൃദയങ്ങളെ കാത്ത ഡോക്ടർ MS വല്യത്താന് നന്ദി. നീറ്റ് വിടില്ല. വിഴിഞ്ഞം ചിറകിൽ കേരളം പറക്കും. ഓർമ്മകളിൽ നിറഞ്ഞ് ഉമ്മൻചാണ്ടി. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. നിരത്തിലോ ജലാശയത്തിലോ മാലിന്യമിട്ടാൽ കടുത്ത നടപടി. വീണ്ടും വരുന്നു പ്ലാസ്റ്റിക് റെയ്ഡ്. മലയാളികൾക്ക് വൻ തിരിച്ചടി. രാമസേതു ഉപഗ്രഹ ഭൂപടം തീർത്ത് ISRO. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. സുനിത വില്യംസിനോടൊപ്പം ബഹിരാകാശത്തുള്ള സഹയാത്രികൻ ഗുച്ചുവിൽ മോർ. പോയ വാരത്തിലെ വിജയി ഷിഫ മിർസ 7ാം ക്ലാസ് D ഡിവിഷൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം.
തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടർ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. ഇന്നത്തെ അറിവിടത്തിൽ അല്പം രാമായണ വിശേഷം കേൾക്കാം. അവതരിപ്പിക്കുന്നത് അനോന. രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പുരാണത്തിന്റെ സഹായത്തോടെ തന്നെ വിവരിക്കേണ്ടതുണ്ട്. ഒരിക്കൽ വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായ വരരുചിയോട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് മഹാരാജാവ് ചോദിച്ചു. വരരുചി വിചാരിച്ചത് രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നാണ്. 7 ദിവസത്തിനകം പറയണമെന്നും അല്ലെങ്കിൽ ശിരച്ഛേദം ചെയ്യുമെന്നുമാണ് രാജകൽപ്പന. താൻ വധിക്കപ്പെടുമെന്ന് തീർച്ചയാക്കിയ വരരുചി ഒരു കാട്ടിലൂടെ നടന്ന് ക്ഷീണിച്ച് നിരാശനായി ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. അപ്പോൾ ആ മരത്തിൽ ഇരുന്ന 2 കിളികൾ ഇപ്രകാരം പറഞ്ഞു. പണ്ഡിതനാണെങ്കിലും ഹതഭാഗ്യനായ ഇദ്ദേഹം രാമായണത്തിലെ പ്രധാന ശ്ലോകം രാമം ദശരഥം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാഥ യഥാസുഖം എന്നതാണെന്നറിയാതെ വിഷമിക്കുകയാണ്. വനദേവതമാരായിരുന്ന അവർ 2 കിളികളുടെ രൂപത്തിൽ വന്നാണ് ഈ ശ്ലോകം പറഞ്ഞുകൊടുത്തത്. വനവാസത്തിന് പുറപ്പെടുന്ന സുമിത്ര ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണ് ഈ ശ്ലോകം. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: മകനെ, നീ സുഖമായി കാട്ടിൽ പൊയ്ക്കോളൂ. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രാമനെ ദശരഥനെന്ന് കരുതണം. ഒരു ജ്യേഷ്ഠനോടുള്ള ഭയഭക്തി, ബഹുമാനങ്ങളോ ശുശ്രൂഷകളോ പോരാ. പിതാവായ ദശരഥനെ നീ എപ്രകാരം കരുതുമോ അപ്രകാരം നീ രാമനെ കരുതണമെന്ന് താല്പര്യം. സീതയെ കേവലം നിന്റെ ജ്യേഷ്ഠത്തെ അമ്മയായി കണ്ടാൽ പോരാ, സ്വന്തം അമ്മയാണ് സീതാദേവി എന്ന് കരുതണം. പിന്നെ വനവാസം കഴിയുവോളം വനത്തെ അയോധ്യയായും കാണണം. രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരം ആണെന്ന അർത്ഥവും ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്ന് മഹത് വ്യക്തികൾ പറയുന്നു. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS Radio.